ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് നമ്മളെ ക്ലബിന് നോമ്പ് തുറയായിട്ട് വന്നിട്ടുള്ളത്. നമ്മളെ ക്ലബ്ബ് എല്ലാ കൊല്ലവും 18-ാം നോമ്പിന് നോമ്പ് തുറ നടത്തണം. നമ്മൾ വടക്കേപ്പള്ളി ഗണേശന്മാർ വടക്കേപ്പള്ളിയിൽ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കൊടുക്കുന്നത്. എല്ലാ പ്രാവശ്യം ബിരിയാണിയാണ് കൊടുക്കാറ്. ഇപ്രാവശ്യം നമുക്ക് കണ്ടെയ്നർ വഴിയാണ് കൊടുക്കുന്നത്. കാരണം എല്ലാ പ്രാവശ്യം വിളമ്പാറിന് മതി. പക്ഷേ ഇപ്രാവശ്യം പെട്ടെന്ന് കൊടുത്തൊഴിവാക്കാൻ വേണ്ടിയിട്ട് വിളമ്പ് എന്നാലും കുറേ പേര് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് കണ്ടെയ്നറിലാക്കാൻ വേണ്ടി ബിരിയാണിൻ്റെ പരിപാടി നമ്മൊരു 2 മണിയാകുമ്പോൾ ബിരിയാണി സെറ്റായി. പിന്നെ നമ്മൾ മുന്തിരി ജ്യൂസാണ് കൊടുക്കുന്നത്. മുന്തിരി കഴുകി ഫ്രഷ് ചെയ്ത് അത് നമ്മൾ പുഴുങ്ങി വെച്ചു. കാരണം മുന്തിരി ജ്യൂസ് ലാസ്റ്റ് അടിക്കുക. പിന്നെ ചോറൊക്കെ റെഡി ആയപ്പോൾ നമ്മൾ പിള്ളേരെല്ലാവരും സെറ്റായി ഒത്തൊരുമിച്ചിട്ട് പാക്കിങ് തുടങ്ങിയിട്ടാണ്. 200 പാക്ക് ചെയ്യേണ്ട. അപ്പോൾ ഒരു 3 മണിൻ്റെ ഉള്ളിൽ കഴിച്ച് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാമല്ലോ. അതുകൊണ്ട് നമ്മൾ പാക്കിങ് പരിപാടിയും ആദ്യം കഴിച്ച് വെച്ചിട്ടാണ്. ഒരു 200 പാക്ക് ചെയ്ത് 202 പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നേരെ നമ്മൾ കട്ട് ഫ്രൂട്ടിലേക്ക് കടന്നു. നമ്മൾ മുന്തിരി ഉണ്ടായിരുന്നു, അതുപോലെ പിന്നെ നമ്മളെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ സിട്രസ് ഉണ്ടായിരുന്നു. അങ്ങനെ 4 തരം കട്ട് ഫ്രൂട്ടുകൾ നമ്മൾ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. ആപ്പിൾ ലാസ്റ്റ് കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടി നിന്നു. എല്ലാവരും ക്ഷീണിച്ചു. ഇത് നമ്മളെ എല്ലാ വർഷവും ഇവിടെ നമ്മൾ ചോറും ബജിയും കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്കും ഉള്ള പരിപാടിക്കൊക്കെ ചെയ്യണം. പിന്നെ മേസ്തിരി അമ്മത്താട്ടാ നമ്മൾ കൂട്ടുകാരുടെ ഉമ്മാണ്. പിന്നെ നമ്മൾ ടൈമായി തുടങ്ങി പള്ളിയിൽ പോകാൻ. പിന്നെ ഇങ്ങനെ ജ്യൂസ് കലക്കി തുടങ്ങി. നമ്മൾ ജ്യൂസിന് ഇപ്പോൾ നമ്മൾ മുന്തിരി ജ്യൂസ് സെറ്റ് ചെയ്തു. അങ്ങനെ 100-300 പേർക്കുള്ള ജ്യൂസൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ പള്ളിയിലേക്കുള്ള പാക്കിങ് സെറ്റ് ചെയ്തു. നേരെ ടൈമായി പള്ളിക്ക് പോകാൻ. നേരെ പള്ളിക്ക് പോയി. അവിടെ ആദ്യം പോയിട്ടേ പിള്ളേരൊക്കെ കുറച്ച് പേരൊക്കെ ആദ്യം പോയി നേരം വൈകിയപ്പോൾ. അങ്ങനെ അവിടെ എല്ലാം സെറ്റ് ചെയ്തു ഒരു പ്ലേറ്റിൽ. പിന്നെ കട്ട്ലൈറ്റും ബജ്ജിയൊക്കെ ഉണ്ടായിട്ടാ. അതൊക്കെ ഓർഡർ കൊടുത്തു. ഒക്കെ സെറ്റ് ചെയ്തു. ഉസ്താദിൻ്റെ ഒക്കെ ദുആ എന്നും എല്ലാ പ്രാവശ്യം ഉള്ള ദുആണ്. ഈ ദുആടെ കൂടി നമ്മൾ എല്ലാ പ്രാവശ്യവും നടത്താൻ പറ്റുന്നത്. പഠിച്ചു ഇനി നല്ല രീതിയിൽ നടത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം അങ്ങനെ നല്ല രീതിയിലൊക്കെ അൽഹംദുലില്ലാ നോമ്പ് തുറ ഉഷാറായിട്ട് നടന്ന് ഉസ്താദന്മാരൊക്കെ കണ്ട് കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് കണ്ട് നമ്മൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നിട്ട്. അപ്പം അങ്ങനെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്